ഈ വീഡിയോയിൽ സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. സിറ്റിസൺഷിപ്പ് വരുന്നത് ആർട്ടിക്കിൾ 5 to 11 സിറ്റിസൺഷിപ്പ് വരുന്നത് ചാപ്റ്റർ 2. ഒരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തെ കംപ്ലീറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ രാജ്യവുമായിട്ടുള്ള ഒരു ലീഗൽ റിലേഷൻഷിപ്പാണെന്ന് പറയാം. ആ പൗരത്വമുള്ള ഒരാൾക്ക് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് കിട്ടുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞൊരു വാക്കിനെ ഡിഫൈൻ ചെയ്യാം. ഒരു രാജ്യത്തെ പൗരനാണെങ്കിൽ അവന് ലഭിക്കുന്ന പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അവന് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നു, ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നു, ഒരു സംഘടന ഓർഗനൈസേഷൻ രൂപീകരിക്കാനുള്ള അവകാശം ലഭിക്കുന്നു, ഒഫീഷ്യലായിട്ടൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു, ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള വിമർശിക്കാനുള്ള അവകാശം ലഭിക്കുന്നു. ഇനി ഒരാൾ ജനനത്തിലൂടെ ഒരു രാജ്യത്തെ പൗരത്വം നേടുകയാണെങ്കിൽ അതിന് നമുക്ക് ജുസ് സോളി എന്ന് വിളിക്കാം. അതേസമയം തൻ്റെ മാതാപിതാക്കളുടെ നാഷണാലിറ്റി വഴിയാണ് ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്നതെങ്കിൽ അതിനെ ജുസ് സാംഗിനിസ് എന്ന് വിളിക്കാം. ഈ പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പൗരത്വ നിയമമാണ്. അതായത് ഒരു സമയത്ത് ഒരൊറ്റ രാജ്യത്തിൻ്റെ മാത്രം പൗരത്വമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാളൊരു പൗരത്വം നേടിക്കഴിഞ്ഞാൽ അതിനെ റദ്ദാക്കാനുള്ള അവകാശം സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണ്. അരിസ്റ്റോട്ടിൽ പൗരത്വത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പൗരത്വം എന്ന് പറഞ്ഞത് ഒരു ആക്റ്റീവായിട്ട് നടക്കുന്ന കാര്യമാണ്. ഒരു നല്ല പൗരനാണെങ്കിൽ അതൊരു രാജ്യത്തെ വളർത്താനും, മോശം പൗരനാണെങ്കിൽ അത് രാജ്യത്തെ ഇകഴ്ത്താനും സഹായിക്കുന്നു. ഒരു രാജ്യത്തെ പൗരനാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ലോ മേക്കിങ്ങിലും ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലും അയാൾ പങ്കെടുത്തിരിക്കണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അരിസ്റ്റോട്ടിൽ പൗരത്വത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പൗരത്വം എന്നൊരു വാക്ക് അല്ലെങ്കിൽ പൗരത്വത്തെ പറ്റിയുള്ള ഒരു ഡെഫിനിഷൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പക്ഷേ മെൻഷൻ ചെയ്തിട്ടില്ല. ആർട്ടിക്കിൾ 5 മുതൽ 9 വരെയാണ് പൗരത്വത്തെ പറ്റി പറയുന്നത്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം.